ാണ് ഇപ്പോൾ ശങ്കേഴ്സിൽ അന്ന് ഈ സ്കാൻ ചെയ്തത് ഡോക്ടർ എബിനാണ്. ഡോക്ടർ എബിനെ ഞാനൊന്ന് കണക്ട് ചെയ്യാണ്. ഡോക്ടർ എബിൻ, ഇപ്പോൾ സുറുമിയുടെ സ്കാനിങ്ങിൽ കൃത്യമായി ഈ കുഞ്ഞിന്റെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാതെ പോയതാണ് അവർക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാകാൻ കാരണം. അപൂർവമായ ഒരു ജനിതക വൈകല്യവുമായാണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ഇനി തുടർ ചികിത്സയ്ക്കൊന്നും സാമ്പത്തികം പോലും ആ കുടുംബത്തിനില്ല. അന്ന് താങ്കൾക്ക് ഈ കാര്യങ്ങൾ അനോമലി സ്കാനിൽ കണ്ടെത്താൻ കഴിയാതെ പോയതാണോ, താങ്കൾ തന്നെയാണോ സ്കാൻ ചെയ്തത്, അതോ മറ്റ് ജീവനക്കാരാണോ എന്നൊക്കെയുള്ള പല പല സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് മറുപടി ഡോക്ടർ എബിൻ? ഞാൻ തന്നെയാണ് സ്കാൻ ചെയ്തത്. എല്ലാ അനോമലിക്കും അതിന്റെ ഡിറ്റക്ഷൻ റേറ്റ് ഉണ്ട്. ഡിറ്റക്ഷൻ റേറ്റ്, അതായത് നമ്മളൊരു 100 കേസ് ഉണ്ടെങ്കിൽ എത്ര കേസ് ഈ കേസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഇതൊക്കെ ഭയങ്കര റയറായിട്ടുള്ള അനോമലീസ് ആണ്. അതൊന്നും അൾട്രാസൗണ്ട് വെച്ചിട്ട് 2D അൾട്രാസൗണ്ട് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന അനോമലീസ് ആയിരുന്നില്ല. അത് നിങ്ങൾ മറ്റൊരു റേഡിയോളജിസ്റ്റിനോട് ചോദിച്ചാലും അവർ ഇത് തന്നെ പറയും. 4D അവിടെ അവൈലബിൾ ആയിരുന്നോ ഡോക്ടർ എബിൻ? കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അടുത്തത് 4D സാറ് സജസ്റ്റ് ചെയ്യാഞ്ഞത്? എനിക്ക് 2D വെച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് അടുത്ത സ്കാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്തില്ല? ഫ്ലൂയിഡ് കൂടുതലാണെന്ന് നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ എന്റെ ഭാഗത്തുനിന്ന് സാറിന്റെ ഭാഗത്ത് സാറ് സമ്മതിച്ചു, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാറിന്റെ ഭാഗത്തുനിന്ന് സാറ് സമ്മതിച്ചു, സാറിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സാർ അടുത്ത ഫർദർ നടപടി എന്തായിരുന്നെന്ന് അറിയാവാ? എനിക്കിത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഷേർലി മേഡത്തിനോട് വേറെ സ്കാനിങ്ങിൽ എഴുതാനായിട്ട് പറയണമായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയാം. ഇപ്പൊ സാറെന്തോ പറഞ്ഞത്? അല്ല, ഇപ്പൊ സാറെന്തോ പറഞ്ഞത്? കണ്ടെത്താൻ പറഞ്ഞില്ലെന്ന്. അനീഷ്, ഡോക്ടർ എബിൻ ഒരു റേഡിയോളജിസ്റ്റ് ആണ്. ആ ലാബിൽ നിങ്ങൾ 2D സ്കാനിനായി ചെന്നപ്പോൾ ആ സ്കാൻ ചെയ്തത് ഡോക്ടർ എബിൻ തന്നെയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ജീവനക്കാരല്ല. ഡോക്ടർ എബിൻ, താങ്കൾ അവിടുത്തെ റേഡിയോളജിസ്റ്റ് അല്ലേ? അതെ, ഡോക്ടർ എബിനാണ് ചെയ്തത്. നമ്മുടെ സുറുമിക്ക് ഓർമ്മയും ഉണ്ടാകും, എത്ര തവണയാണ് ശങ്കേഴ്സിൽ ഡോക്ടർ എബിൻ ഈ സുറുമിയെ സ്കാൻ ചെയ്തത്? രണ്ടിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതായത് അനോമലി ഉൾപ്പെടെ മറ്റ് പ്രൊസീജിയറൽ സ്കാനിങ്ങും ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത ആഴ്ചകളിൽ നടത്തേണ്ട 32 വരെയുള്ള ആഴ്ചകളിലെ സ്കാനിങ്ങും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അപ്പോഴൊക്കെ നമ്മൾ കണ്ടത് ഫ്ലൂയിഡ് കൂടുതലാണ്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഗ്രോസ് ബോഡി ഹൈഡ്രാമിനോസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ പേഷ്യന്റിനോട് ചോദിക്കുന്നുണ്ട്, ഷുഗർ ഉണ്ടോ? ഈ പേഷ്യന്റ് ഷുഗർ ഇല്ല എന്ന് പറയും. ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ സാധാരണ കാണാറ്. മറ്റ് സ്പൈനൽ അനോമലീസ് ഇല്ല, GI അനോമലീസ് ഇല്ല. ഇത്രയും റെയറായ സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഗൈനക്കോളജിസ്റ്റ് പോളിഹൈഡ്രോമിനോസ് കണ്ട് അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാം. കാരണം എന്താ കണ്ടുപിടിക്കാൻ? എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ എബിൻ, ഈ ഫ്ലൂയിഡ് കൂടുതലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഗൈനക്കോളജിസ്റ്റ് 4D സ്കാനിന് റെക്കമെൻഡ് ചെയ്യാറില്ലേ? അനീഷ്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഡോക്ടറോട് ഞാൻ സംസാരിക്കുകയല്ലേ? ഡോക്ടർ എബിൻ പറയൂ. അതായത് നോർമലി ഇങ്ങനെ ഒരു ഫ്ലൂയിഡിന്റെ കണ്ടന്റ്, അതായത് കുഞ്ഞിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കൂടുതലായി കാണുമ്പോൾ 4D സ്കാൻ ഗൈനക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പതിവില്ല. ഞാനല്ല. അതാണ് അനീഷ്, ഡോക്ടർ എബിന് സ്വന്തമായി അത് ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ നോർമൽ സ്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ആ സ്കാനാണ് അവിടെ ചെയ്യുന്നത്. അനോമലി സ്കാനിന് ശേഷം ഈ ഫ്ലൂയിഡിന്റെ കണ്ടന്റ് ഇങ്ങനെ കുഞ്ഞിനെ സറൗണ്ട് ചെയ്ത് കൂടുതലായി കാണുമ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്ത ഗൈനക്കോളജിസ്റ്റ് ഫർദറായി ഒന്നും നിർദ്ദേശിക്കുന്നില്ല. 4D സ്കാൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് പ്രശ്നമുള്ളതെന്ന് ആ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അനീഷ്, ഫ്ലൂയിഡ് കൂടിയത് എന്നാണെന്ന് സാറിന് അറിയാവോ? സാറ് പറയുന്നതിനകത്ത് തെറ്റുണ്ട്. ഫ്ലൂയിഡ് കൂടിയ സ്കാനിങ് സാറിന് അറിയില്ല. അപ്പൊ സാറ് പിന്നെ ശങ്കേഴ്സ് ലാബിൽ സാർ ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു ജോലിയായിട്ട് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? സാർ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അൾട്രാസൗണ്ട് മാഡം, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല മാഡം. അതായത് വളരെ മോശമായിട്ട് ഇത്രയും സ്കാനിങ് സെന്ററിന്റെയും ഹോസ്പിറ്റലിന്റെയും ഭാഗത്തുനിന്ന് ഇത്രയും വലിയ അനാസ്ഥ ഉണ്ടായിട്ട് ആ ഡോക്ടർ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഡോക്ടർ എബിൻ, ഗൈനക്കോളജിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഫർദർ റെക്കമെൻഡേഷൻസ് ഉണ്ടായില്ല എന്നതാണ് പറഞ്ഞത്. അനീഷ്, അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? ആ ഡോക്ടർ എബിൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഇപ്പൊ ചികിത്സിച്ചു. ഈ എബിൻ എന്ന് പറഞ്ഞ ഡോക്ടർക്ക് ഏത് സ്കാൻ മുതലാണ് ഫ്ലൂയിഡ് കൂടുതൽ എന്നുള്ളത് പറയട്ടെ സാറ്? പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് മാസം മുതലാണ് സാറേ ഫ്ലൂയിഡ് കൂടുതലായത്? ഏത് മാസം മുതലാണ് ഏത് മാസമാണ് അംഗവൈകല്യത്തിന്റെ സ്കാൻ ചെയ്തത്? ആ അംഗവൈകല്യത്തിന്റെ സ്കാൻ ചെയ്ത് എത്ര വട്ടം സാറിനെടുത്ത് സ്കാൻ ചെയ്തു? അനീഷ് എന്നാണ് നിങ്ങളുടെ പേര്?
അതെ അതെ, അനീഷാണ്, കുഞ്ഞിന്റെ അച്ഛനാണ്. അനീഷ് ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാ അനോമലീസും 5ാം മാസത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പല സംഭവങ്ങളും പല 32 ആഴ്ചയിലും 36 ആഴ്ചയിലുമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പറഞ്ഞോളൂ ഡോക്ടർ. ആ ആഴ്ചയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച സ്കാൻ ചെയ്യണം. എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് 28 ആഴ്ചയിലോ 32 ആഴ്ചയിലൊക്കെയാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് 5ാം മാസത്തിൽ ഫ്ലൂയിഡ് കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. 32ാമത്തെ ആഴ്ചയിലാണ് കുഞ്ഞിനെ സറൗണ്ട് ചെയ്തുകൊണ്ട്. അത് എന്തിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഡോക്ടർ എബിൻ? 32ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന് ചുറ്റും പല കാരണങ്ങളുണ്ട്. അതായത് സ്പൈനൽ അനോമലീസ് വരാം, വെർട്ടിബ്രൽ അനോമലീസ് വരാം, GA അനോമലീസ് വരാം. ഇതിലൊന്നും ഈ സംഭവങ്ങളെല്ലാം ഞാൻ തിരിച്ചും മറിച്ചും പലതവണ നോക്കി. ഞാൻ സാധാരണ ചെയ്യുന്നതിനേക്കാൾ പലതവണ സമയം കൂടുതലെടുത്താണ് ഈ പേഷ്യന്റ് ഞാൻ ചെയ്തത്. എനിക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ ആ അനോമലീസ് ഒന്നും ഈ പേഷ്യന്റിന് ഇല്ല. ഈ പേഷ്യന്റിന് റയറായിട്ടുള്ള എന്താ ക്ലോസൽ അനോമലീസോ എന്തോ ആംബിഗസ് ജെനിറ്റാലിയോ അതാണ് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഈ പറഞ്ഞ പോലെ 2D സ്കാൻ വെച്ചിട്ട് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ഇതിനകത്ത് സാറ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തുവാ? നോ മേജർ. സാറിന്റെ ഈ 2ാമത്തെ പേജ്, അതായത് രണ്ടാമത്തെ പേജ്, അതെ മേജർ അനോമലീസ് അത് കൊടുത്തിട്ടുണ്ടോ സാറ്? ഉണ്ട്. മേജർ അനോമലീസ് എന്ന് പറഞ്ഞാൽ കൈകാലില്ലാതെ ജനിക്കുക, തലയില്ലാതെ ജനിക്കുക. അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാ? ഇതിലൊരു അവിടെ എന്റെ റിപ്പോർട്ടിൽ ജെനിറ്റാലിയനെ കുറിച്ച് എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ടോ? ഇല്ല. കണ്ണ് 2 സൈഡിലാണ് ഇരിക്കുന്നത്. ഞാൻ പിന്നെ സ്കാൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് സാറിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് എല്ലാ അനോമലീസും സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള കാരണം സാറ് ചെയ്തിരിക്കുന്ന സ്കാനിൽ ഒരു ദിവസം 100 സ്കാൻ ചെയ്തിരിക്കുന്നതിനകത്ത് ഒരെണ്ണമായിട്ട് തന്നെ സാർ ഇത് വിട്ട് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് സാർ അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടിയ സ്കാനിങ്ങിന് റിപ്പോർട്ട് കൊടുക്കാനോ എഴുതാനോ സാർ സാറിപ്പോ പറഞ്ഞല്ലോ ഫ്ലൂയിഡ് കൂടുതലായത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന്. ഡോക്ടർ എബിൻ, അവരുടെ കുഞ്ഞാണ് അനോമലീസോട് കൂടി ജനിച്ചിരിക്കുന്നത്. അത് അപൂർവമായി മാത്രം കാണുന്ന വൈകല്യങ്ങളാണ് അവരുടെ കുഞ്ഞിന് ഉണ്ടായിരിക്കുന്നത്. അവരുടെ വികാരം കൂടി താങ്കൾ മനസ്സിലാക്കണം. അതെ, അതെനിക്ക് മനസ്സിലായി. ഇത് സിൻഡ്രോം ഏതൊരു സിൻഡ്രോമിന്റെ ഭാഗമായിട്ട് വന്ന കേസാണ്. ഈ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ 10,000-10,000 സിൻഡ്രോംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. അനീഷ് സുറുമി, ഡോക്ടർ